छात्रों, पिछले कक्षा में हमने किसके जीवन के बारे में पढ़ा था? ആരുടെ ജീവിതത്തെക്കുറിച്ചാണ് പഠിച്ചത്? हाँ, डॉक्टर APJ അബ്ദുൽ കലാം की बचपन की कुछ अंश. APJ അബ്ദുൽ കലാമിൻ്റെ കുട്ടിക്കാലത്തെ ചില സന്ദർഭങ്ങളല്ലേ നമ്മൾ പഠിച്ചത്? वो सुबह जल्दी उठना, ट्यूशन के लिए स्वामियार के पास जाना, वहाँ से आकर पिताजी के साथ नमाज करने जाना और मदरसा में जाना, उसके बाद रेलवे स्टेशन में जाकर समाचार की गड्ढा इकट्ठा करके लोगों को बेचना, ये सभी बातें കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചിരുന്നു. ഇന്നത്തെ പാഠഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. പേജ് നമ്പർ 83 ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. 83 അടുത്ത ഭാഗം നോക്കുക. ഉൻ ദിനോं की एक घटना मुझे अभी भी याद है. ഉൻ ദിനോं की एक घटना, ആ ദിവസങ്ങളിൽ സംഭവിച്ച एक घटना, ഒരു സംഭവം, ഘടന സംഭവം, മുझे अभी भी याद है, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഹം സബി ഭായി ബഹൻ, ഞങ്ങളെല്ലാ സഹോദരി സഹോദരന്മാരും സാത്ത് ബൈഠ്കർ ഖാന ഖാ രഹേ थे, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. और മാ മുझे റോട്ടി ദേത്തി ജാ രഹി थी, അമ്മയാണെങ്കിൽ എനിക്ക് റൊട്ടി വീണ്ടും വീണ്ടും നൽകിക്കൊണ്ടിരിക്കുന്നു. ചൂങ്കി ഹം ബാത് ഗാനെ വാലെ ലോഗ് ഹേ, എന്നിരുന്നാലും ഞങ്ങൾ ബാത് ഗാനെ വാലെ, ചോറ് കഴിക്കുന്ന ആളുകളാണ്. ഇസ്ലിയെ ചാവൽ തോ ഖുലെ ബാസാർ മേ ഉപലബ്ധ, അതുകൊണ്ട് തന്നെ അരി ഖുലെ ബാസാർ മേ, അങ്ങാടിയിൽ ചന്തയിൽ, ഉപലബ്ധ ലഭ്യമായിരുന്നു. കിന്തു എന്നാൽ ഗേഹൂം പർ റാഷനിങ് തി, ഗോതമ്പ് ലഭിക്കാൻ വളരെ പ്രയാസമാണ്. അത് റാഷനിങ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രമാണ് ഗോതമ്പ് ഭക്ഷണങ്ങൾ ലഭിച്ചിരുന്നുള്ളൂ. മേ ജബ് ഖാന ഖാ ചുക്കാത, എപ്പോഴാണോ ഞാൻ ഖാന ഖാ ചുക്കാത, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞത്, തോ മേരെ ബഡേ ഭായി, എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ, ബഡേ ഭായ് മൂത്ത ജ്യേഷ്ഠൻ, ബഡാ ഭായ് ഇസ്ക വിശേഷൻ, ബഡ എന്നതാണ് അതിലെ വിശേഷൻ ശബ്ദം. മുझे एकांत में बुलाकर डांटा, എന്നെ ഒറ്റയ്ക്ക് വിളിച്ച്, ഏകാന്ത് മേ ബുലാന, ഒറ്റയ്ക്ക് വിളിച്ച് നിർത്തിക്കൊണ്ട്, ഡാണ്ട വഴക്ക് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? കലാം തും ജാൻതേ ഹോ ക്യാ ഹുവ, കലാമേ നിനക്കറിയുമോ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന്? തും ജാൻതേ ഹോ, നിനക്കറിയാമോ? ക്യാ ഹുവ, എന്താണ് സംഭവിക്കുന്നതെന്ന്? തും റോട്ടി ഖാൻതേ ജാ രഹേ ഥേ, നീ ഇങ്ങനെ റൊട്ടി തിന്നുകൊണ്ടേയിരിക്കുന്നു, ചപ്പാത്തി തിന്നുകൊണ്ടേയിരിക്കുന്നു. ഓർ മാ റോട്ടി ദേത്തി ജാ രഹി ഥി, അമ്മയാണെങ്കിൽ റൊട്ടി നൽകിക്കൊണ്ടുവേ ഇരിക്കുകയാണ്, നിനക്ക് വീണ്ടും വീണ്ടും റൊട്ടി നൽകുന്നു. ഉനോനെ അപ്നെ ഹിസ്സേ കി സാറി റൊട്ടിയാം, അവർ തൻ്റെ പങ്കായിട്ടുള്ള മുഴുവൻ റൊട്ടികൾ കൂടി തുമേ ദേ ദേത്തി ഹെ, നിനക്ക് നൽകുകയാണ്. അമ്മ എന്താണ് ചെയ്യുന്നത്? തനിക്ക് കഴിക്കേണ്ട റൊട്ടി കൂടി ആർക്ക് കൊടുക്കുന്നു? കലാമിന് കഴിക്കാൻ വേണ്ടി നൽകുകയാണ് അമ്മ ചെയ്യുന്നത്. അബി ഘർ കി പരിസ്ഥിതി ടീക് നെയ് ഹെ, നിനക്കറിയാമല്ലോ, അബി ഘർ കി പരിസ്ഥിതി, ഇപ്പോൾ വീടിൻ്റെ അവസ്ഥ, ടീക് നെയ് ഹെ, അത്ര നല്ല രീതിയിലല്ല എന്ന കാര്യം. ഏക് ജിമ്മേദാർ ബേട്ട ഹോനെ കെ നാത്തെ, ഒരു ജിമ്മേദാർ ബേട്ട, ഉത്തരവാദിത്തമുള്ള ഒരു കുട്ടിയായിട്ട് നീ മാറണം. ഓർ അപ്പനി മാ, നിൻ്റെ അമ്മയെ ഭൂഖോ മത് മർന, വിശന്ന് പട്ടിണി കിടന്ന് മരിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകരുത്. അമ്മ തൻ്റെ വിശപ്പ് കൂടി സഹിച്ച് കലാമിന് ഭക്ഷണം നൽകുകയാണ്. അപ്പോൾ ജ്യേഷ്ഠൻ എന്താ പറയുന്നത്? ഉത്തരവാദിത്തമുള്ളൊരു മകനായിട്ട് നീ മാറണം, അമ്മയെ ഇപ്രകാരം വിശന്ന് മരിക്കുന്ന പട്ടിണി കിടുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകരുത് എന്ന് ജ്യേഷ്ഠൻ. പെഹ്ലി ബാർ മുझे ज़हरन की अनुभूति हुई, ആ ദിവസം ആദ്യമായിട്ട് മുझे ज़हरन की अनुभूति हुई, എൻ്റെ ഉള്ള് പിടഞ്ഞു പോകുന്ന ഒരു അനുഭവം ഉണ്ടായി. ज़हरन की अनुभूति, ഉള്ള് പിടയുന്ന ഒരു അനുഭവമാണ് എനിക്കുണ്ടായത്. മേ അപ്നെ ആപ് കോ റോക്ക് നഹി സക്ക, എനിക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അപ്നെ ആപ് കോ റോക്ക് നഹി സക്ക, എനിക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ദൗഡ്കർ അപ്നി മാ കെ പാസ് ഗയാ, ഓടി ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് എത്തിച്ചേർന്നു. ഓർ ഭാവാവേശ് മേ, വളരെ ഭാവാവേശ്, വികാരാധീനായി, ഉസേ ലിപട് ഗയ, അവരെ കെട്ടിപ്പിടിച്ചു. വികാരാധീനനായി അമ്മയെ ഞാൻ ലിപട് ഗയ, കെട്ടിപ്പിടിച്ചു.
मैं अब भी पूनम की रात में अपनी माँ को याद करता हूँ. मैं अब भी ഞാൻ ഇപ്പോഴും പൂനം की रात പൗർണിമ രാത്രികളിൽ पूनम की रात പൗർണിമ രാത്രികളിൽ अपनी माँ की याद करता हूँ. എൻ്റെ അമ്മയെ ഓർമ്മിക്കാറുണ്ട്. ഉസ് സ്മൃതി की छवियां ഉസ് സ്മൃതി ആ ഓർമ്മയുടെ छवियां ചിത്രങ്ങൾ മേരി പുസ്തക് എൻ്റെ പുസ്തകമായിട്ടുള്ള അഗ്നി കി ഉഡാൻ എന്ന പുസ്തകത്തിൽ സംഗ്രഹിത് ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സംഗ്രഹിത് ഉൾക്കൊള്ളിക്കുക എഴുതിയിട്ടുണ്ട്. കവിതാമേ ഉപരി ആ പുസ്തകത്തിൻ്റെ ഒരു ഭാഗത്തിൽ എഴുതിയിട്ടുള്ള മാ കവിതാമേ അമ്മ എന്ന് വിളിക്കുന്ന കവിതയിൽ ഞാൻ അതിനെക്കുറിച്ചാണ് വിശദീകരിച്ചിട്ടുള്ളത്. യേ മേരി മാ കി കഹാനി ഹെ, ഇതെൻ്റെ അമ്മയുടെ കഥയാണ്. വേ 93 സാൽ കി ഉമ്ര മേ, അവർ 93 സാൽ കി ഉമ്ര 93ാമത്തെ വയസ്സിലാണ് ജീവിത് രഹി. 93 വയസ്സ് വരെ അവർ ജീവിച്ചിരുന്നു. കിസ്കി മാ? കലാം കി മാ. 93 സാൽ കി ഉമ്ര തക് 93 വയസ്സ് വരെ ജീവിത് രഹി ജീവിച്ചിരുന്നു. വയക് സ്നേഹശീൽ, അവരൊരു സ്നേഹശീലയായിട്ടുള്ള വളരെ വാത്സല്യമുള്ള സ്നേഹം നിറഞ്ഞ ദയാലു കരുണയുള്ള और धार्मिक പ്രവൃത്തി മതപരമായ പ്രവർത്തികളിൽ ചിന്ത ഉള്ള മഹിള സ്ത്രീയായിരുന്നു. ബാക്കി വിശേഷത क्या है? स्नेहशील, दयालु और धार्मिक प्रवृत्ति महिला थी. मेरी माँ रोज 5 बजे नमाज अदा करती थी. എൻ്റെ അമ്മ റോസ് എന്നും 5 മണി വരെ നമാസ് ആദാ करती थी, പ്രാർത്ഥിക്കുമായിരുന്നു. मैंने जब उन्हें नमाज आदा करते हुए देखा, ഞാൻ എപ്പോഴാണോ അവർ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നത്, तब मैं प्रेरित हुआ, അവരിൽ പ്രേരണ ചെലുത്തപ്പെട്ട് और मैंने अपने अंदर परिवर्तन महसूस किया, ഞാൻ എൻ്റെ ഉള്ളിൽ പരിവർത്തനം, മാറ്റം महसूस किया, അനുഭവിച്ചിരുന്നു. നാരി, സ്ത്രീ ഈശ്വർ की एक सुंदर रचना है, ദൈവത്തിൻ്റെ സുന്ദരമായ ഒരു ചിത്രമാണ്, ഒരു രചനയാകുന്നു. मैं 2 महान महिलाओं की स्मृति, ഞാൻ 2 മഹാനായിട്ടുള്ള വളരെ മഹത്വരമായിട്ടുള്ള 2 സ്ത്രീകളെ സ്മൃതി की सदैव प्रेरित, അവരുടെ സ്മൃതി ഓർമ്മകളിൽ എപ്പോഴും ഞാൻ പ്രേരിതയാകാറുണ്ട്, അല്ലെങ്കിൽ പ്രേരണയിൽ അകപ്പെടാറുണ്ട്. ഏവം ഉത്സാഹിതോത്താഹും, കൂടാതെ മനസ്സിൽ അവരുടെ ചിന്തകൾ എന്നെ ഉത്സാഹിപ്പിക്കാറുണ്ട്. ഉന്മേ ഏക്, അവയിലൊരാൾ മേരി മാ, എൻ്റെ അമ്മയായിരുന്നു. 2 സ്ത്രീകളാണ് APJ അബ്ദുൽ കലാമിന് എപ്പോഴും പ്രേരണ നൽകിയിട്ടുള്ളത്. അവരിലൊന്ന് അപ്നി മാ, തൻ്റെ അമ്മയാണെന്ന് കലാം പറയുന്നു. തഥാ ദൂസരി, രണ്ടാമത്തെ സ്ത്രീ ഭാരത് രത്നം MS സുബ്ബലക്ഷ്മി, ഭാരതരത്നം നേടിയ ഡോക്ടർ MS സുബ്ബലക്ഷ്മിയാണ്. കലാമിൻ്റെ ജീവിതത്തിൽ കലാമിനെ സ്വാധീനിച്ച 2 സ്ത്രീകൾ ആരൊക്കെയായിരുന്നു? പെഹ്ലി ഉസ്കി മാ, ഒന്നാമത്തെ അവരുടെ അമ്മ, ദൂസരി MS സുബ്ബലക്ഷ്മി കൂടിയായിരുന്നു. തൻ്റെ കുട്ടിക്കാലത്തിൽ അമ്മയുടെ സ്നേഹവും അമ്മയുടെ മായിട്ട് ജീവിതത്തിലുണ്ടായ ചില അനുഭവങ്ങളുമാണ് ഈ പാഠഭാഗത്തിൽ അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത്. സഹി മിലാൻ കരെ, ഉചിതമായ രീതിയിൽ യോജിപ്പിക്കുക എന്ന ചോദ്യമാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്. ഒന്നാമത്തെ വർക്ക്, മഹായുദ്ധ കാ പ്രഭാവ് രാമേശ്വരം മേ ഭി ഹുവ, മഹായുദ്ധത്തിൻ്റെ സ്വാധീനം രാമേശ്വരത്തിലും ഉണ്ടായിരുന്നു. അതിന് നേരെ എഴുതേണ്ട കാര്യം എന്താണ്? അതുകൊണ്ട് രാമേശ്വരത്ത് എന്ത് സംഭവിച്ചു? സബീ വസ്തുവും കി കില്ലത്ത് ഹുയി, എല്ലാ വസ്തുക്കളും കില്ലത്ത്, ദൗർലഭ്യം അനുഭവപ്പെട്ടു. ബാലക് കലാം പഠായി ഓർ കമായി സാത്ത് സാത്ത് കർത്താ था, കുട്ടിയായ കലാം പഠിത്തവും സമ്പാദ്യവും ഒരുമിച്ച് ചെയ്തതുകൊണ്ട് എന്ത് സംഭവിച്ചു? इसलिए भाई बहनों की तुलना में विशेष भोजन मिलता है, മറ്റ് സഹോദരന്മാരെ താരതമ്യം ചെയ്യുമ്പോൾ കലാമിന് കുറച്ച് പ്രത്യേകതയുള്ള ഭക്ഷണങ്ങൾ ലഭിച്ചു.
बालक कलाम संयुक्त परिवार में रहता കുട്ടിയായ കലാം ഒരു കൂട്ടുകുടുംബത്തിലാണ് താമസിച്ചിരുന്നത്. वो खुशी और गम का अनुभव होता था. അവിടെ സന്തോഷവും ദുഃഖവും അദ്ദേഹത്തിന് അനുഭവിക്കാൻ കഴിഞ്ഞു. माँ का प्यार समझकर बालक कलाम को सिहरन की अनुभूति हुई. അമ്മയുടെ സ്നേഹം മനസ്സിലാക്കിയ ബാലക് കലാമിന് സിഹരൻ ഉള്ളു പിടയുന്ന ഒരു അനുഭവം ഉണ്ടായി. വേ ഭാവാവേശമേ വളരെ വികാരാധീനനായി ഉൻസെ ലിപ്പടുക്കുക, തൻ്റെ അമ്മയെ കെട്ടിപ്പിടിച്ചു. ഇപ്രകാരം സഹി മിലാൻ കർണേക്ക് കോഷിഷ് കരെ, ഉചിതമായ രീതിയിൽ യോജിപ്പിക്കുന്ന ഈ പ്രവർത്തനം നിങ്ങൾ ചെയ്യുക. അടുത്ത ചോദ്യം സംഭാഷണം തയ്യാറാക്കാനാണ്. ഉസ് ദിൻ പെഹ്ലി ബാർ, ആ ദിവസം ആദ്യമായി സിഹരൻ കി അനുഭൂതി ഹുയി, ഉള്ളു പിടയുന്ന അനുഭവമുണ്ടായ ബാലക് കലാം वो अपने आप को रोक नहीं सका, അവൻ സ്വയം അടക്കി നിർത്താൻ കഴിഞ്ഞില്ല. ദൗഡ്കർ अपने माँ के पास गया, ഓടി തൻ്റെ അമ്മയുടെ അടുത്തെത്തി. ഭാവാവേശമേ, വികാരാധീനയായി അമ്മയെ കെട്ടിപ്പിടിച്ചു. ഈ സന്ദർഭത്തിൽ അമ്മയും കലാമും തമ്മിലുള്ള ഒരു സംഭാഷണം തയ്യാറാക്കി നോക്കുക. സംഭാഷണത്തിലുണ്ടാവേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തിനാണ് അമ്മ എനിക്ക് തൻ്റെ റൊട്ടി കൂടി നൽകിയത്, അല്ലേ? നീ കൂടുതൽ ജോലി ചെയ്യുന്നതാണ്, അതുകൊണ്ടാണ് എന്ന കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി. ഇനി അമ്മ, ഞാൻ എന്നോടൊപ്പം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ, നമ്മൾ ഒരുമിച്ചാണ് ഇനി കഴിക്കുക, ഒരിക്കലും അമ്മ വിശന്നിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് കലാമും അതുപോലെ അമ്മയും തമ്മിലുള്ള ഒരു സംഭാഷണം നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുകയും ചെയ്യുക. പാഠഭാഗം ഇന്ന് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. വർക്കുകൾ കൃത്യമായി ചെയ്യുക. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചു നോക്കുക. ഓരോ വരിയുടെയും അർത്ഥം മനസ്സിലാക്കി തന്നെ വായിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു പാഠഭാഗവുമായി കാണാം. അതുവരെ ഗുഡ് ബൈ.